വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി ആ ടൈലുള്ള കണ്ടൻസ് നമുക്ക് കൊടുക്കാം. ഒന്ന് ടോട്ടൽ സെയിൽസ് ആണ്, പിന്നെ ടോട്ടൽ പർച്ചേസ്, എക്സ്പെൻസ്, റവന്യൂ. ടോട്ടൽ സെയിൽസ് ശേഷം സെയിൽസ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് എല്ലാ ടൈലും റിപ്പീറ്റ് ചെയ്ത ഒന്നാണ് ടോട്ടൽ സെയിൽസ്. കാരണം നമ്മൾ ആ ഒരു കമ്പോണന്റ് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചതാണ്. ഇങ്ങനെയാണ് റിയാക്റ്റിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ 4 ഡിവ് ക്രിയേറ്റ് ചെയ്ത് ഓരോന്നിനും എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഒറ്റൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് റീയൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കമ്പോണൻസ് നമ്മൾ ഏതൊരു ഫ്രണ്ട് എൻഡ് ലൈബ്രറിയിലായാലും ക്രിയേറ്റ് ചെയ്യുന്നതും റീയൂസ് ചെയ്യുന്നത്. ഇനി ഈ കണ്ടൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് റിയാക്റ്റിൽ ഒരു കമ്പോണൻസ്, അതായത് പ്രോപ്സ് മാനേജ് ചെയ്യുന്നത് നോക്കാം. ഇതൊരു റീയൂസബിൾ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. ആ ഒരു കമ്പോണൻറ്റിൽ നമുക്കിനി കളേഴ്സ് പാസ് ചെയ്ത് കൊടുക്കണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ടൈറ്റിൽ ചേഞ്ച് ആണ്, അതേപോലെ തന്നെ വാല്യൂസും ഡിഫറെൻ്റ് ആയിരിക്കണം. ഇങ്ങനെ ഈ വാല്യൂസൊക്കെ പാസ് ചെയ്ത് കൊടുക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എവിടെയാണോ കോൾ ചെയ്യുന്നത് അവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്, അതല്ലെങ്കിൽ നമ്മളിവിടെ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കും. HTML കേസിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കും. റിയാക്റ്റിൻ്റെ കേസിൽ നമ്മളതിനെ പ്രോപ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കിവിടെ പ്രോപ്സ് പാസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈലിൻ്റെ ടൈറ്റിൽ എന്താണ്, നമുക്ക് ഓരോന്നിന് നെയിം കൊടുക്കും. ടൈറ്റിൽ എന്ന് പറയുന്നത് നമുക്കിവിടെ വേണ്ടത് ടോട്ടൽ സെയിൽസ്. ഇതാണ് ഈ ഒരു ടൈറ്റിൽ വേണ്ടത്. ആ ഒരു ടൈറ്റിൽ ഞാൻ കോപ്പി ചെയ്തിട്ട് എല്ലാ ടൈലിനും കൊടുക്കുകയാണ്. ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പർച്ചേസ്, ടോട്ടൽ എക്സ്പെൻസസ്, പിന്നെ റവന്യൂ. നമ്മളിപ്പോൾ ഓരോ ടൈലിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഇവിടെ നമ്മൾ റീഫ്രഷ് ചെയ്താലൊന്നും അവിടെ വന്നിട്ടില്ല. എല്ലാം ടോട്ടൽ സെയിൽസ് തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളവിടെ ആ ഒരു കമ്പോണൻറ്റിൽ നമ്മളവിടെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്താണ്. ഇതെങ്ങനെയാണ് ഒഴിവാക്കുന്നത്? നമ്മൾ പാസ് ചെയ്തു, ഇനി അതിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു റിയാക്റ്റിൻ്റെ കമ്പോണൻ്റ് ഫംഗ്ഷനിലുള്ള പ്രോപ്സ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഈ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നതിന് പകരം റിയാക്റ്റിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേളി ബ്രേസ് ഉപയോഗിച്ച്, സിംഗിൾ കേളി ബ്രേസ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ റെൻഡർ ചെയ്യാൻ പറ്റും. ഏതൊരു ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷനും ഈ ഒരു കേളി ബ്രേസിൻ്റെ ഉള്ളിൽ വർക്കാം. അതായത് നമുക്ക് 5+8 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 5+7 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ 5+7 അതിൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷനാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്സ് നമ്മളിവിടെ ആക്സസ് ചെയ്യാം. പ്രോപ്സ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത് ടൈറ്റിൽ പാസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ടൈറ്റിൽ വന്നിട്ട് നമുക്ക് കാണാം ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പർച്ചേസ്, ടോട്ടൽ എക്സ്പെൻസ്, റവന്യൂ. എന്താണോ നമ്മൾ ഓരോ കമ്പോണൻറ്റിനും പാസ് ചെയ്ത പ്രോപ്സ് അതിവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ടൈറ്റിൽ പാസ് ചെയ്തതുപോലെ തന്നെ വാല്യൂ നമുക്ക് പാസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിവിടെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഓരോ ടൈലിലും നമുക്ക് മാറ്റി കൊടുക്കാം. ആപ്പിൽ വന്നു വാല്യൂ ഈക്വൽ ടു ഇവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള വാല്യൂ നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാം. നമുക്ക് ഈ പ്രോപ്സിന് എന്താണോ നമുക്ക് പേര് കൊടുക്കുക, എന്ത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതായത് ആട്രിബ്യൂട്ടിന് വാലിഡ് ആയിട്ടുള്ള സ്മോൾ ലെറ്റേഴ്സിൽ സ്പേസ് ഒന്നും ഇല്ലാത്ത ഏത് നെയിം കൊടുക്കാം. അതേ നെയിമിൽ നമ്മൾ ആ കമ്പോണൻറ്റിൽ ആക്സസ് ചെയ്താൽ മതി. ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു ഡൈനാമിക് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് പാസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാസ് ചെയ്ത വാല്യൂസ് ഇനി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. പ്രോപ്സ് ഡോട്ട് വാല്യൂ, ആ ഒരു പ്രോപ്സിൻ്റെ വാല്യൂ കൂടെ നമ്മൾ ആ കമ്പോണൻറ്റിൽ റെൻഡറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ സിമ്പിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം പ്രോപ്സ് ഡോട്ട് എന്ന് പറഞ്ഞ് വിളിച്ചു അല്ലേ. നമുക്ക് 2 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, അല്ലെങ്കിൽ 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അത് നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്തെടുക്കാം. അതായത് ES6 ജാവാസ്ക്രിപ്റ്റിൻ്റെ ES6ൽ ഒബ്ജക്റ്റും അറേയൊക്കെ നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ്, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഡീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിലുള്ള നമുക്ക് വേണ്ടത് എന്താണ്, ടൈറ്റിൽ വേണം, പിന്നെ വാല്യൂ വേണം. അതാണ് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെ പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ എന്ന് വിളിക്കുന്നതിന് പകരം ജസ്റ്റ് ടൈറ്റിൽ എന്ന് ആക്സസ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ വാല്യൂ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ടൈലിൽ കളറ് വൈറ്റ് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ കളർ ഇപ്പോൾ വൈറ്റ് ആയിട്ടുണ്ട്.